അല്ലാഹുവിനെ ഭയന്ന് നടക്കുന്നവനാകട്ടെ, നിസ്കരിക്കുന്നവനാകട്ടെ, കള്ളു കുടിച്ച് നടക്കുന്നവനാകട്ടെ, എല്ലാവരുടെയും ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്നാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കാറുണ്ടല്ലോ. അല്ലാഹുവേ സ്വർഗം തരണേ അല്ലാ. ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം എപ്പോ ദുആ ചെയ്താലും അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കുന്നവരാ. പടച്ചവനെ, റമദാനിന്റെ 30 ദിവസവും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനന്നാർ. റമദാനിന്റെ 30 ദിവസവും രാവും പകലും എപ്പോ ദുആ ചെയ്താലും സ്വർഗം ചോദിക്കുന്നവര് എല്ലാവർക്കും സ്വർഗത്തിൽ പോകാൻ വല്ലാത്ത കൊതിയാണ്. കാരണം അല്ലാഹു ആ സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ അത്രയും വലുതാണ്. ഒരു മനുഷ്യനും ചിന്തിക്കാൻ കഴിയാത്ത, ഒരാൾക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്തതിനപ്പുറമാണ് അല്ലാഹുവിന്റെ സ്വർഗം. എല്ലാവരും അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോ നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗം ചോദിച്ചാ അല്ലാഹുവേ സ്വർഗം തരണേ, സ്വർഗം തരണേ എന്നല്ല ചോദിക്കേണ്ടത്. സല്ലൂ അൽ ഫിർദൗസ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗം ചോദിച്ചാ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം ചോദിക്കണേ. നിങ്ങളെ റബ്ബിനോട് ചോദിക്കേണ്ടത് ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം തരണേ അല്ലാ. ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം തരണേ അല്ലാ. പോകുകയാണെങ്കിൽ ഫിർദൗസിലാണ് പോകേണ്ടത്. പോകുകയാണെങ്കിൽ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിലാണ് പോകേണ്ടത്. ഈ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിന്റെ മഹത്വം എന്താണ്? ആ സ്വർഗത്തിന്റെ പ്രത്യേകത എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സഹാബാ, ഇന്ന ഫിൽ ജന്നതി മിഅത ദറജ വഅലാഹാ ജന്നാത്തുൽ ഫിർദൗസ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരികയാ, നബി തങ്ങൾ അങ്ങനെ പറഞ്ഞു തരികയാ, ഈ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ? അല്ലാഹുവിന്റെ സ്വർഗത്തില് പദവികളുണ്ടോ. 1, 2, 3, 4, 5 ഇതുപോലെ അല്ലാഹുവിന്റെ സ്വർഗത്തില് പദവികളുണ്ട്. ഓരോ പദവികളുടെ ഇടയില് ഒന്നാമത്തെ പദവിയുടെയും രണ്ടാമത്തെ പദവിയുടെയും ഇടയിലുള്ള ദൂരം എത്രയെന്നറിയോ? ഈ കാണുന്ന ഈ കടപ്പുറത്ത് നിന്നിട്ട് ആകാശത്തേക്ക് നോക്കിയാൽ ഈ കാണുന്ന ആകാശവും ഭൂമിയും തമ്മിലുള്ള ദൂരമാ. ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിലുള്ള ദൂരമുണ്ടല്ലോ, ആ ദൂരമാണ് സ്വർഗത്തിലെ ഒരു പദവികൾക്കിടയിലെന്ന് നബി തങ്ങൾ പറയുമ്പോ, അതുപോലെ ഓരോ പദവികളുണ്ട്. ആ പദവികളിൽ 100ാമത്തെ പദവിയാ അല്ലാഹുവിന്റെ സ്വർഗത്തിലെ 100ാമത്തെ പദവിയാണ് ജന്നാത്തുൽ ഫിർദൗസ്. ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം, അത് സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന പദവിയാണ്. അവിടെ കിടക്കുന്നതാരെന്നറിയോ? ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്. ആദം നബിയും, നൂഹ് നബിയും, ഇബ്രാഹിം നബിയും, മൂസാ നബിയും, ദാവൂദ് നബിയും, യാക്കൂബ് നബിയും, യൂനുസ് നബിയും, യൂസുഫ് നബിയും, ഹാറൂൻ നബിയും, അയ്യൂബ് നബിയും, സക്കരിയ നബിയും, ദാവൂദ് നബിയും, യഹ്യാ നബിയും, ഈസാ നബിയും, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള പ്രവാചകന്മാര്. അവിടുത്തെ പടച്ചവനെ സ്വഹാബത്ത്, ശുഹദാക്കള്, താബീങ്ങള്, തബഉ താബീങ്ങള്, ഇമാമുമാര്, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, പണ്ഡിതന്മാര്, ഹാഫിളീങ്ങള്, ആലിമീങ്ങള്, അല്ലാഹു ഇഷ്ടപ്പെട്ട വിവിഐപികൾ കിടക്കുന്ന സ്വർഗമാണ് ജന്നാത്തുൽ ഫിർദൗസ്. അല്ലാഹുവിന്റെ വിവിഐപികള്, അല്ലാഹു ഇഷ്ടപ്പെട്ടവര് കിടക്കുന്ന സ്വർഗമാണ് ജന്നാത്തുൽ ഫിർദൗസ്. അതുകൊണ്ട് ചോദിച്ചാ ഫിർദൗസ് ചോദിക്കണേ സഹാബാ. അത് സ്വർഗത്തിലെ 100ാമത്തെ പദവിയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹുവിനോട് സ്വർഗംദാ 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 എന്നല്ല ദുആ ചെയ്യേണ്ടത്. അല്ലാഹുവിനോട് ചോദിക്കണം, ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം തരണേ അല്ലാഹ്. അല്ലാഹു ചോദിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഏത് സ്വർഗം? ഏത് സ്വർഗം? ജന്നാത്തുൽ ഫിർദൗസ്. ആ പച്ച അത്തറിന്റെ കഥയല്ല ഞാൻ പറയുന്നട്ടാ. ഒരു ചെറിയ അത്തറുണ്ട് ജന്നാത്തുൽ ഫിർദൗസ്.
അപ്പൊ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൽ വേണം പോകാൻ. പോകുവാണെങ്കിൽ അവിടെ പോണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പോകാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്ക്. അരക്കയ്യന്മാരുണ്ടല്ലോ അപ്പാ, അവിടെ ആരെയും കേറ്റില്ല കേട്ടാ. അൽഹംദുലില്ലാ, അള്ളാഹു ഈ കൈവക്കി എല്ലാവർക്കും ആ സ്വർഗം നൽകുമാറാകട്ടെ. അള്ളാഹു ആ സ്വർഗം നീ ഞങ്ങൾക്ക് നൽകണേ പടച്ചവനെ. മരിക്കുമ്പോ ആ സ്വർഗം കണ്ട് മരിക്കാൻ ഭാഗ്യം നൽകണേ അള്ളാഹ്. ആ കൈവക്കാത്തവന് നീ നന്നാക്കണേ പടച്ചവനെ. അതിനുപോലും ആഗ്രഹമില്ലാത്ത മനുഷ്യനെ കുറിച്ച് ഞാൻ എന്ത് പറയാനാ? ഓൻ അള്ളാഹു ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരവസരം കൂടെ വേണ്ടവരൊക്കെ ഒന്ന് കൈവക്കിക്ക്. വളയും മോതിരമൊക്കെ ഉണ്ട് എല്ലാത്തിന്റെ കയ്യിൽ. എന്തായാലും എല്ലാം ഊരിക്കോ എന്നിട്ട് സ്വർഗത്തിൽ പോകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാരും സ്വർഗം വേണമെന്ന് പറഞ്ഞ് കൈപൊക്കി. എന്നാ ചെയ്തു വെച്ചിട്ടാ? എന്ത് ജീവിതത്തിൽ എന്ത് നന്മ ചെയ്തിട്ടാ ചോദിച്ചത്? സാധാരണ ഒന്നുമല്ല, താഴത്തെ പദവിയൊന്നുമല്ല ചോദിച്ചിരിക്കുന്നത്, 100ാമത്തെ പദവി. അതും അള്ളാഹുവിന്റെ പ്രവാചകന്മാര് കിടക്കുന്ന, അള്ളാഹു ഇഷ്ടപ്പെട്ടവര് കിടക്കുന്ന സ്വർഗമാണ് അള്ളാഹുവിനോട് ചോദിച്ചിരിക്കുന്നത്. നബി തങ്ങൾ ഇത് പറയുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞങ്ങൾക്ക് ഇവിടെ പോകാൻ കഴിയുമോ നബിയേ? ആ സ്വർഗത്തിലെ 100ാമത്തെ പദവിയിലേക്ക് ഈ പാവപ്പെട്ട ഞങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നബി തങ്ങൾ പറയുകയാ, പോകാൻ പറ്റും ചെറുപ്പക്കാരാ. തങ്ങളെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൽ അല്ലാഹു ഇഷ്ടപ്പെട്ടവര് കിടക്കുന്ന ആ സ്വർഗത്തിലേക്ക് നിനക്ക് കടന്നു പോകാൻ ആഗ്രഹമുണ്ടോ? അങ്ങനെ നിനക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ആ പ്രവാചകന്മാർക്കുണ്ടായിരുന്ന ചില സ്വഭാവങ്ങളുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്കുണ്ടായിരുന്ന, അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്കുണ്ടാകുന്ന 3 ഗുണങ്ങളുണ്ട്. ഈ പറയുന്ന 3 ഗുണങ്ങൾ നമുക്കുമൊന്ന് ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയുമോ? ഈ പറയുന്ന നന്മകളൊന്ന് ചെയ്യാൻ കഴിയുമോ? ഈ പറയുന്ന നന്മകളൊന്ന് ചെയ്യാൻ കഴിയുമോ? ഈ പറയുന്ന നന്മ ചെയ്താ നാളെ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുമ്പോ, വഅദ കേൾക്കാൻ വന്നിരിക്കുന്ന ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, മാതാപിതാക്കളോട്, ചെറുപ്പക്കാരോട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് 3 കാര്യമാണ്. ഈ 3 കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊന്ന് ചെയ്യാൻ കഴിയുമോ? ഈ പറയുന്ന 3 നന്മകളൊന്ന് നിങ്ങളുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ കഴിയുമോ? അങ്ങനെ മുറുകെ പിടിച്ചാ അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശികളാ. അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശികളാ. അതുകൊണ്ട് പടച്ചവനെ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട് പറയുന്ന വെള്ളിയാഴ്ച രാവാട്, ദുആയിക്ക് ഇജാബത്തുള്ള രാവാട്. പടച്ചവനെ, അല്ലാഹു ഇതുപോലെ ഇനി ഒരു അവസരം തരണമെന്നില്ല. അതുകൊണ്ട് പടച്ചവനെ, അവിടെയും ഇവിടെയും ദൂരെ മാറി നിൽക്കുന്നവരോട് പറയുകയാ, ഇത് ദുനിയാവിലെ സ്വർഗമാ, ഇത് ദുനിയാവിലെ സ്വർഗമാ. ഞാൻ പറയാൻ പോകുന്നത് മരണത്തിന് ശേഷമുള്ള സ്വർഗത്തെ കുറിച്ചാ. അതുകൊണ്ട് പുറത്തും റോഡിന്റെ പരിസരത്ത് നിൽക്കുന്നവരോട് പറയുകയാ, ആദ്യം നീ ദുനിയാവിലെ സ്വർഗത്തിൽ കേറ്. ആദ്യമൊന്ന് ദുനിയാവിലെ സ്വർഗത്തിൽ കേറ്. ഈ സ്വർഗത്തിൽ കേറിയാ ആഖിറത്തിലെ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള അവസരം അല്ലാഹു നിനക്ക് തരികയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, 3 നന്മകൾ പറഞ്ഞു തരാ. പടച്ചവനെ, 3 നന്മകൾ പറഞ്ഞു തരാ. ഈ പറയുന്ന 3 നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് മുറുകെ പിടിക്കാൻ കഴിയുമോ? അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള വഴിയാ. എന്റെ പ്രിയപ്പെട്ടവരെ, 1ാമത്തെ കാര്യം എന്താ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട 1ാമത്തെ ഗുണമെന്തെന്നറിയുമോ? ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നമ്മുടെ ജീവിതത്തിൽ വേണ്ട 1ാമത്തെ കാര്യം എന്തെന്നറിയോ? 1ാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്.
ഒരു മനുഷ്യന്റെ മുമ്പിൽ ഒരു നന്മയെന്നോ പറയപ്പെട്ടാൽ, ഒരു നല്ല കാര്യം പടച്ചവനെ പിന്നെ അവന് ധൃതിയാണ്, അവന് സമാധാനമില്ല, അവന് വല്ലാത്ത വെപ്രാളമാണ്. എന്തിനാണെന്നറിയുമോ? ആ നന്മയൊന്ന് ചെയ്യണം, ആ നന്മയൊന്ന് ചെയ്യണം, ആ നന്മ ചെയ്യാതെ അവന് സമാധാനമില്ല. ആ പറയപ്പെട്ട കാര്യം ഉസ്താദന്മാര് പറഞ്ഞതാകട്ടെ, വഅദിനെ കേട്ടതാകട്ടെ, അത് നിസ്കാരമാകട്ടെ, ഖുർആനിലെ ആയത്താകട്ടെ, ദിക്റുകളാകട്ടെ, എന്തുമാകട്ടെ, ഒരു നന്മ പറഞ്ഞാ പിന്നെ ധൃതിയാടോ, പിന്നെ ധൃതിയാടോ. പടച്ചവനെ അവർക്ക് സമാധാനമില്ല, അത് ചെയ്യാതെ അവർക്ക് സമാധാനം കിട്ടൂല. പടച്ചവനെ വല്ലാത്ത ധൃതിയാട്. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. നന്മയിൽ മത്സരിക്കുന്നവർ, നന്മയിൽ മത്സരിക്കുന്നവർ എന്റെ പ്രിയപ്പെട്ടവരെ, അത് പ്രവാചകന്മാരുടെ ഒരു ഗുണമായിരുന്നു. അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്ക് ഉണ്ടാകുന്ന ഒരു ഗുണമാണ്. ഒരു ഉദാഹരണം പറയട്ടെ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇഹ്തത ഇബ്രാഹിം വഹുവ ഇബ്നു 80 സന. അല്ലാഹുവിന്റെ പ്രവാചകനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് 80 വയസ്സ് പൂർത്തിയായി. ഇബ്രാഹിം നബിക്ക് 80 വയസ്സുണ്ട്. ആ 80 വയസ്സുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹുവിന്റെ കൽപ്പന വരുന്നു, ഇബ്രാഹിം നബിയേ സുന്നത്ത് കല്യാണം നടത്തണം നബിയേ. ലോകത്ത് ആദ്യമായിട്ട് ഇബ്രാഹിം നബിയുടെ മുമ്പിലാണ് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വഹി വരികയാ. സുന്നത്ത് കല്യാണം നടത്താൻ, മാർഗ കല്യാണം നടത്താൻ എങ്ങനെയാണ് നടത്തേണ്ടതെന്നറിയില്ല, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നറിയില്ല. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് കൽപ്പന വരികയാ. പടച്ചവനെ, അല്ലാഹുവേ, അതാ പടച്ച റബ്ബിന്റെ കൽപ്പന വന്നപ്പോ ഇബ്രാഹിം നബി എന്ത് ചെയ്തെന്നറിയുവോ? തന്റെ കയ്യിലൊരു മഴുവിരുന്നോ, തന്റെ കയ്യിലൊരു മഴുവിരിക്കുകയാണ്. അല്ലാഹുവിന്റെ കൽപ്പന വന്ന സുന്നത്ത് കർമ്മം, അതാ സുന്നത്ത് കല്യാണം നടത്താം. ഇബ്രാഹിം നബിയുടെ കയ്യിലൊരു മഴുവിരിക്കുകയാണ്. ആ മഴുവ് കൊണ്ട് സ്വന്തമായിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം സുന്നത്ത് കല്യാണം നടത്തി. പടച്ചവനെ, മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുമ്പോ പടച്ചവനെ കാണുന്ന രംഗമെന്തെന്നറിയോ? ഇബ്രാഹിം നബി രക്തത്തിൽ കുളിച്ചു നിൽക്കുകയാ. ഇബ്രാഹിം നബി രക്തത്തിൽ ഇങ്ങനെ കുളിച്ചു നിൽക്കുകയാ. ആ രംഗം കണ്ടിട്ട് യാ ഖലീലല്ലാഹ്, അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബിയേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് 80 വയസ്സുള്ളപ്പോഴാ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സുന്നത്ത് കല്യാണം നടത്താൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ കയ്യിൽ ഒരു മഴുവുണ്ടായിരുന്നു. ആ മഴുവ് കൊണ്ട് സ്വന്തമായിട്ട് സുന്നത്ത് കല്യാണം നടത്തി. രക്തത്തിൽ കുളിച്ച് നിൽക്കുമ്പോഴാ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നത്. അവിടുന്ന് ചോദിച്ചു, യാ ഖലീലല്ലാഹ്, എന്തേപ്പാ നിങ്ങൾ ഇത്ര കാണിച്ച്, എന്തായി കാണിച്ചിരിക്കണേ? സ്വന്തം രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ചോദിക്കുക, എന്തായി കാണിച്ചിരിക്കണേ? 80 വയസ്സുണ്ട്. നിങ്ങൾ ചിന്തിക്കുക, ഈ സദസ്സിൽ 80 വയസ്സുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്ക്. 80 വയസ്സ് പ്രായമുള്ള ആരെങ്കിലും ഉണ്ടാ? ഒരാളുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഈ ചങ്ങാതികളുടെ പ്രായം ഉണ്ടായിരിക്കും ഇബ്രാഹിം നബിക്ക്. ഇബ്രാഹിം നബി സ്വന്തമായിട്ട് സുന്നത്ത് കല്യാണം നടത്തിയിട്ട് നിൽക്കുകയാ രക്തത്തിൽ കുളിച്ച്. അപ്പോഴാണ് ജിബ്രീൽ ചോദിക്കുന്നു, യാ ഖലീലല്ലാഹ്, അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബിയെ, എന്തേ നിങ്ങൾക്കൊന്ന് ക്ഷമിച്ചുകൂടെ? ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്ന് സൂക്ഷ്മതയോടുകൂടി ചെയ്തുകൂടെ? അപ്പോഴാണ് ഇബ്രാഹിം നബി പറയുന്നത്, അല്ലാഹുവിന്റെ കൽപ്പനയല്ലേ, പടച്ച റബ്ബിന്റെ കൽപ്പനയാണല്ലോ. എനിക്ക് ക്ഷമിക്കാൻ മനസ്സില്ല, എനിക്ക് അല്പനേരം ക്ഷമിച്ച് നിൽക്കാൻ മനസ്സില്ല. അല്ലാഹുവിന്റെ കൽപ്പന വന്നാ പിന്നെ ചെയ്യണമല്ലോ. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്.
സ്വലാത്ത്. ഒരു നന്മ പറഞ്ഞാ പിന്നെ സമാധാനമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊരു വല്ലാത്ത ഗുണമാണ്. ഇത് വല്ലാത്ത ഒരു ഗുണമാണ്. ഇത് നമ്മുടെ മുൻഗാമികൾക്ക് ഉണ്ടായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പടച്ചവനെ, അല്ലാഹുവിന്റെ പ്രവാചകനെ ബദറിന്റെ രണാങ്കണത്തില്, അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് ഉഹദിന്റെ രണാങ്കണത്തില് പടച്ചവനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് സ്വഹാബത്തിനെ തിരഞ്ഞെടുക്കുകയാണ്. അങ്ങനെ യുദ്ധത്തിന് പോകാൻ സ്വഹാബികൾ തയ്യാറായി നിൽക്കുമ്പോ നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് സ്വഹാബത്തിനോട് പറയുകയാ, സ്വഹാബ, സ്വർഗ്ഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നു സ്വഹാബ. നബി തങ്ങൾ അവിടുന്ന് പറയുകയാ, ഈ കാണുന്ന ഉഹദിന്റെ രണാങ്കണമുണ്ടല്ലോ, ഈ രണാങ്കണത്തിൽ നിന്ന് സ്വർഗ്ഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നു എന്ന് നബി തങ്ങൾ അവിടുന്ന് പറയുമ്പോ ഒരു ചെറുപ്പക്കാരൻ നിന്ന് ചിരിക്കുകയാ. മഹാനായ ഉമൈർ ഇബ്നു ഹുമാം റളിയല്ലാഹു തആല അൻഹു, ചെറുപ്പക്കാരാ പഠിക്കണം പൊന്നുമോനെ, ചെറുപ്പക്കാരാ പഠിക്കണം പൊന്നുമോനെ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബിയായ ഉമൈർ ഇബ്നു ഹുമാം എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സുന്ദരനായ ചെറുപ്പക്കാരൻ ആ രണാങ്കണത്തിൽ നിന്നുകൊണ്ട് ചിരിക്കുകയാ. അല്ലാഹുവേ, ബഖിൻ ബഖിൻ, എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ട് ചിരിക്കുമ്പോ നബി തങ്ങൾ ചോദിക്കുന്നു, ഉമൈറേ, ഇത്ര സന്തോഷമെന്തേ ഉമൈറേ, ഇത്ര സന്തോഷമെന്തേ ഉമൈറേ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുകയാ, നബിയേ, മാ ഹമലക അലാ ഖൗലിക, അങ്ങയുടെ വാക്ക് കേട്ടിട്ട് ഞാൻ ചിരിച്ചതാ നബിയേ. സ്വർഗ്ഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നല്ലോ, സ്വർഗ്ഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നല്ലോ, അതുകൊണ്ട് നബിയേ സന്തോഷം കൊണ്ട് ചിരിച്ചതാ. അടുത്തത് എന്റെ അവസരമാണല്ലോ, ഞാനാണ് അടുത്ത ഇറങ്ങാൻ പോകുന്നത്, യുദ്ധത്തിനിറങ്ങാൻ പോകുന്നത് ഞാനാണ് നബിയേ. ആ സന്തോഷത്തിൽ ചിരിച്ചതാണ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് ആ സ്വഹാബി ചോദിക്കുന്നു, നബിയേ, അന്നകൂന അർജൂ, നബിയോട് പറയുന്ന, നബിയേ, എനിക്ക് ആ കൂട്ടത്തിൽ പെടാൻ നബിയേ. ആ സ്വർഗ്ഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നു, ഇന്ന് ഷഹീദാവുന്നവർക്ക് സ്വർഗ്ഗമുണ്ടല്ലോ, അത് എനിക്ക് വേണം നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കയ്യിലിരുന്ന കാരക്കയുണ്ടല്ലോ, ആ കാരക്ക തിന്നുന്ന സമയത്തും പോലും, ആ കാരക്ക കഴിക്കുന്ന സമയം പോലും എനിക്കിവിടെ നിൽക്കാൻ മനസ്സില്ലെന്ന് പറഞ്ഞ് ആ രണാങ്കണത്തിലേക്ക് കടന്നുപോയ ഷഹീദായ സഹാബിയ മഹാനായ ഉമൈർ ഇബ്നു ഹുമാം റളിയല്ലാഹു തആല അൻഹു, സ്വർഗ്ഗമുണ്ടെന്ന് പറഞ്ഞപ്പോൾ, ഇവിടെ ഷഹീദാകുന്നവർക്ക് സ്വർഗ്ഗമുണ്ടെന്ന് പറഞ്ഞപ്പോ, സ്വർഗ്ഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നെന്ന് പറഞ്ഞപ്പോ, തന്റെ കയ്യിൽ പിടിച്ചിരുന്ന കാരക്ക കടിക്കാൻ, അത് തിന്നുന്ന സമയം പോലും എനിക്ക് ഈ ദുനിയാവിൽ നിൽക്കാൻ മനസ്സില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാരക്ക വലിച്ചെറിഞ്ഞിട്ട് ആ സ്വഹാബി യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് കടന്നുപോയി ഷഹീദായെങ്കിൽ ഈ ഗുണമാണോ നമുക്ക് വേണ്ടത്? ഈ ഗുണമാണ് നമുക്ക് വേണ്ടത്. ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ബക്കറ്റിൽ പൈസ ഇടാൻ പറഞ്ഞല്ലോ, മടിയാടോ? ഇത്രയും പ്രതിഫലം പറഞ്ഞിട്ടും നമുക്ക് മടിയാട്. നമ്മൾ പടച്ചവനെ എത്ര പേരായിട്ടിരിക്കുന്നത്? 1 10 പ്രതിഫലം. ഏത് സാഹചര്യമാകട്ടെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ മഹ്ദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല ഗർഭിണിയായിരിക്കുകയാണ്. ഒരു ഗർഭിണിയായ പെണ്ണിന് ഒരുപാട് മോഹമുണ്ടല്ലോ, ഒരുപാട് ആഗ്രഹമുണ്ടല്ലോ. ആ ഗർഭിണിയായ പെണ്ണിന്റെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുക്കുന്നത് ഭർത്താവിന്റെ കടമയാണല്ലോ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ അലിയാർ തങ്ങളോട് പറഞ്ഞു, അലിയേ, എനിക്കൊരു റൂം
റുമ്മാമ്പഴം കഴിക്കണം വലിയ ഗർഭിണിയായ ഫാത്തിമയുടെ ആഗ്രഹമാണ്. ഒരു റുമ്മാമ്പഴം കഴിക്കണം, ഒരു റുമ്മാമ്പഴം കഴിക്കണം. ഭാര്യയുടെ ആഗ്രഹമാണല്ലോ, ഗർഭിണിയായ ഭാര്യയുടെ മോഹമാണല്ലോ. മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു റുമ്മാമ്പഴം വാങ്ങാൻ പോകുകയാണ്. പടച്ചവനെ അങ്ങനെ റുമ്മാമ്പഴവും വാങ്ങിച്ചിട്ട് തിരിച്ചു വരുമ്പോ ഒരു പാവപ്പെട്ട മനുഷ്യൻ കടന്നു വരികയാണ്, ഒരു ദരിദ്രനായ മനുഷ്യൻ കടന്നു വരികയാണ്. അലിയേ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായലിയേ, വല്ലാത്ത പട്ടിണിയാലിയേ, കഴിക്കാൻ എന്തെങ്കിലും തരുമോ അലിയേ? അലിയാര് തങ്ങളുടെ കയ്യിൽ റുമ്മാമ്പഴം ഇരിക്കുകയാണ്. ഇത് എന്തിനു കൊണ്ടുപോകുന്നതാണ്? തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാണ്. ആ ഗർഭിണിയായ പെണ്ണിന്റെ ആഗ്രഹമാണ് റുമ്മാമ്പഴം കഴിക്കണമെന്ന്. അത് കൊടുക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്ന വഴിയിലാ ഈ മനുഷ്യൻ ചോദിക്കുന്നത്, അലിയേ, തന്നാൽ അതിന്റെ 10 ഇരട്ടി അല്ല തരുമെന്ന് ഖുർആൻ പറയുകയാ. 1 10 ഇരട്ടിയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. സൂറത്തു അംസാൽ 1 10 ഇരട്ടിയാണ്. അവിടെ നിന്ന് പ്രതിഫലമെന്ന മനുഷ്യൻ പറയുമ്പോ തന്റെ ഭാര്യയായ ഫാത്തിമയ്ക്ക് കൊടുക്കാനിരുന്ന ആ റുമ്മാമ്പഴം എടുത്ത് കയ്യിൽ കൊടുക്കുകയാണ്. നന്മ കിട്ടപ്പോ, അല്ലാഹു തരുമെന്ന് കേട്ടപ്പോ, 10 ഇരട്ടി കിട്ടുമെന്ന് കേട്ടപ്പോ അലിയാര് ഞങ്ങളതെടുത്ത് കയ്യിൽ കൊടുക്കുകയാ. എന്നിട്ട് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരു കുട്ട നിറയെ റുമ്മാമ്പഴം അല്ലാഹു ഫാത്തിമയ്ക്ക് കൊടുത്തില്ലേ പെങ്ങള്? ഇതാണ് ഒരു നന്മ പറഞ്ഞാല്. അത് എന്തുമാകട്ടെ, അത് നിസ്കാരത്തിന്റെ കാര്യമാകട്ടെ, ഖുർആൻ ഓതുന്ന കാര്യമാകട്ടെ, ദിക്റുകൾ പറയുന്ന കാര്യമാകട്ടെ, സ്വലാത്തുകൾ പറയുന്ന കാര്യമാകട്ടെ, സദഖ കൊടുക്കുന്ന കാര്യമാകട്ടെ, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, ഒരു നന്മ പറയപ്പെട്ടാൽ നിങ്ങൾ മത്സരിക്കണേ, നിങ്ങൾ മത്സരിക്കണേ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സഹാബാ, നബി തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ ദീനിന് ആവശ്യമുണ്ട്, നിങ്ങളുടെ വീട്ടിലുള്ളത് എടുത്തുകൊണ്ട് വാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുമ്പോ സഹാബത്ത് മുഴുവനും ഇറങ്ങി ഓടുകയാണ്. അവരവരുടെ വീടുകളിലേക്ക് കടന്നു തന്നിട്ട് ഉള്ളത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി എടുത്തുകൊണ്ട് വരുമ്പോ ഉമർ തങ്ങൾ ചിന്തിക്കുന്നു, അല്ലാഹ് എപ്പോഴും അബൂബക്കറാണ് ജയിക്കുന്നത്. ഉമർ തങ്ങൾ വിചാരിച്ചു, പടച്ചവനെ എന്തു പറഞ്ഞാലും അബൂബക്കറ ഒന്നാമത് വരുന്നത്, ഈ പ്രാവശ്യം അബൂബക്കർ തങ്ങളെ എനിക്ക് തോൽപ്പിക്കണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല തന്റെ വീട്ടിൽ പോയി സമ്പാദ്യം മുഴുവൻ എടുത്തു. എന്നിട്ട് പകുതി മാറ്റി വെച്ചു. പകുതി എടുത്തുകൊണ്ട് ഇലാ ഹദ്റത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നു. ഇത് പറയാനുള്ള കാരണം അബൂബക്കർ തങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ്. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് സഹാബത്തിന്റെ എതിരെ തിരിഞ്ഞിരുന്നിട്ട് ചോദിച്ചു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമ, ഇന്നത്തെ ദിവസം നോമ്പ് പിടിച്ച ആരുണ്ട്? ഇന്നത്തെ ദിവസം നോമ്പ് പിടിച്ച ആരുണ്ട്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അൻത യാ റസൂലല്ലാഹ്, നബിയെ എനിക്കിന്ന് നോമ്പാണ്. നബി തങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം, ഇന്നത്തെ ദിവസം ജനാസയിൽ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ? അബൂബക്കർ തങ്ങൾ പറഞ്ഞു, ഞാനുണ്ട് നബിയെ. ഇന്ന് ആർക്കെങ്കിലും ഭക്ഷണം കൊടുത്ത ആരെങ്കിലും ഉണ്ടോ? ഞാനുണ്ട് നബിയെ. ഇന്ന് രോഗസന്ദർശനം നടത്തിയ ആരെങ്കിലും ഉണ്ടോ? ഞാനുണ്ട് നബിയെ. എപ്പോഴാ ചോദിക്കണേ? സുബഹി കഴിഞ്ഞിട്ട്. അസർ കഴിഞ്ഞിട്ടല്ല, സുബഹി നമസ്കാരം കഴിഞ്ഞിട്ടാ നബി തങ്ങൾ ചോദിക്കുന്നത്. ഇന്ന് ജനാസയിൽ പങ്കെടുത്ത, ഇന്ന് നോമ്പ് പിടിച്ച, ഇന്ന് രോഗസന്ദർശനം നടത്തിയ, ഇന്ന് സദഖ കൊടുത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാത്തിനും മറുപടി മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. ഉറക്കപ്പറ, അബൂബക്കർ സിദ്ദീഖ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുബഹിക്ക് മുമ്പ് തന്നെ എല്ലാം കഴിഞ്ഞു. നമ്മൾ പകല് പോലും ചെയ്യുന്നില്ല. സുബഹിക്ക് മുമ്പ് തന്നെ അബൂബക്കർ സിദ്ദീഖ് രോഗസന്ദർശനം നടത്തി, സദഖ കൊടുത്തു. അപ്പൊ ഏത് കാര്യത്തിനും അബൂബക്കർ തങ്ങൾ മുമ്പിലാണ്. അതുകൊണ്ട് ഉമർ തങ്ങൾക്ക് ഒരു വാശി ഒരിക്കലെങ്കിലും ഒന്ന് പരാജയപ്പെടുത്തണം. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് ഉമർ തങ്ങൾ തന്റെ സമ്പാദ്യത്തിന്റെ പകുതി മുഴുവൻ എടുത്ത് നബി തങ്ങളുടെ മുമ്പിൽ കൊണ്ടുകൊടുത്തു. നബി തങ്ങൾ ചോദിച്ചു, ഇനി വീട്ടിൽ എന്തുണ്ട്? എന്റെ സമ്പാദ്യത്തിന്റെ പകുതി ഇതാ നബിയെ.
എന്നിട്ട് എല്ലാരും നബിതങ്ങളുടെ മുമ്പിൽ സദക്കയുമായി വരുന്നുണ്ട്. ഉമർ തങ്ങൾ ഇങ്ങനെ നോക്കുന്നുണ്ട്, അബൂബക്കർ എവിടെ, അബൂബക്കർ എവിടെ, എന്താ കൊടുക്കുന്ന അറിയണം. അങ്ങനെ അവസാനം മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അബൂബക്കർ തങ്ങളുടെ നബിതങ്ങളുടെ അടുക്കലേക്ക് ഇങ്ങനെ പൊതിയുമായി വന്നു. അബൂബക്കർ തങ്ങൾ വരുമ്പോൾ ഉമർ തങ്ങൾ അടുത്തു പോയി നിന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അബൂബക്കറെ ഇനി വീട്ടിൽ എന്തുണ്ട്, ഇനി വീട്ടിൽ എന്തുണ്ട്? അല്ലാഹും അവന്റെ റസൂലും, വേറെ ഒന്നുമില്ല നബിയെ, മുഴുവനും കൊണ്ടുവന്ന് കൊടുത്തു. ഇതൊരു മത്സരമാണോ? ഇതാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് മത്സരിക്കേണ്ടത്. നന്മകൾക്ക് വേണ്ടി നമ്മൾ മത്സരിക്കണം. ഈ വഅദ് എല്ലാവരും കേൾക്കുന്നുണ്ട്, ആർക്കും എല്ലാ മൊബൈലിലും വഅദ. ഉറങ്ങുന്നത് തന്നെ എന്നോട് തന്നെ പലരും പറയാറുണ്ട്, സിറാജ് ഉസ്താദെ നിങ്ങളുടെ വഅദ് കേട്ടിട്ടാ ഞാൻ ഉറങ്ങുന്നേ എന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, ഉറക്കപ്പുറത്ത് ഈമാൻ തരുമാറാകട്ടെ. എന്താ പറയണേ? ഉസ്താദ് നിങ്ങളുടെ വഅദ് കേട്ടിട്ടാ ഞാൻ ഉറങ്ങുന്നതെന്ന്. ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ വഅദ് കേട്ടാ ഉറക്കം വരുമെന്നാ ഞാൻ ചിന്തിക്കാൻ. ഉസ്താദ് നിങ്ങളുടെ വഅദ് കേട്ടിട്ടാ, ഇവിടെ ഏത് മൊബൈൽ എടുത്തു നോക്കിയാലും വഅദുണ്ട്, ഏതെങ്കിലും ഉസ്താദിന്റെ വഅദുണ്ട്. അതിനിടയിൽ 2 സിനിമയുമുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഏത് മൊബൈൽ എടുത്തു നോക്കിയാലും ഇന്ന് നോക്കിക്കേ, ടി വി ഒന്നും ഇപ്പൊ എവിടെ നോക്കിയാലും, ബസ്സാകട്ടെ ട്രെയിൻ ആകട്ടെ, ഒന്ന് കണ്ട അടുത്തിരിക്കുന്ന ആളെ പോലും അറിയില്ല, എല്ലാം മൊബൈലില്ല. ഇരുന്ന് സിനിമ കാണാം, സീരിയൽ കാണാം, കരയുന്നവരില്ലേ. ഞാനും സുൽഫി ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ജനശതാബ്ദിയിൽ ഇങ്ങനെ യാത്ര പോകുമ്പോ ഞാൻ നോക്കുമ്പോ അപ്പുറത്തെ സൈഡിൽ ഇരുന്നിട്ട് ഒരു പെണ്ണിങ്ങനെ ആദ്യം എന്തൊക്കെയോ വലിയ ശബ്ദത്തിൽ ഫോൺ വിളിക്കുന്നുണ്ട്. ചില ആൾക്കാർ അങ്ങനെ, എന്തിനാ അല്ലാ ഫോൺ വിളിക്കണേ, പറഞ്ഞാൽ മതി എന്ന് തോന്നും. അങ്ങനെ ശബ്ദത്തിലൊക്കെ ഫോൺ വിളിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ ഈ പെണ്ണിരുന്ന് കരയുന്നുണ്ട്. അപ്പൊ നമ്മള് വിചാരിച്ചു, പടച്ചോനെ ചിലപ്പോ ആരെങ്കിലും മരിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ട് അതുകൊണ്ടായിരിക്കും ഇവര് കരയുന്നതെന്ന്. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാൻ നേരത്ത് ഇങ്ങനെ ഇറങ്ങി പോകുമ്പോ ഞാൻ നോക്കി എന്താണ് നോക്കുമ്പോ ഈ പെണ്ണ് സീരിയൽ കണ്ടിട്ടായിരുന്നു കരയുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ ഉമ്മത്തിന്റെ അവസ്ഥ ഇതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു നന്മ പറയപ്പെട്ടാൽ ആ നന്മ ചെയ്യാൻ ധൃതി കാണിക്കണം, അത് ജീവിതത്തിൽ മുറുകെ പിടിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ എല്ലാവർക്കും സുഖമല്ലേ? കുറച്ചെണ്ണം പോയി, സുഖമല്ലേ? ഞാൻ നിങ്ങൾക്കൊരു നന്മ പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ ഒരു നന്മ ഞാൻ പറഞ്ഞു തരാം. കഷ്ടപ്പാടില്ല, ഉറക്ക വഴിയണ്ട, പ്രയാസമില്ല. ഈ നന്മ ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെടും. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യുവോ? അള്ളാഹുവേ, ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന അതേ ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് പോരാ, ഇൻഷാ അല്ലാഹ് ഒരു നന്മ പറഞ്ഞു തരട്ടെ. ചെയ്യുവോ? ചെയ്യാമെന്ന് നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്കും. ഇനി പൊക്കാത്തവര് നന്മ എന്താന്ന് കേട്ടിട്ട് ഞാൻ ഒന്നുകൂടെ ചോദിക്കാം. ഇപ്പൊ നന്മ എന്താന്ന് പറഞ്ഞില്ലല്ലോ, നന്മ എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്കൊരു നന്മ പറഞ്ഞു തരാം. ഇന്നത്തെ രാത്രി നിങ്ങൾക്ക് പ്രയോജനമുള്ള രാത്രിയാകാൻ എന്റെ പ്രിയപ്പെട്ടവരെ ആരാണ് പറഞ്ഞു തരുന്നത്? മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു മഹാനവകൾ അവിടുന്ന് നിവേദനം ചെയ്യുകയാ, അന്ന ഫാത്തിമത്തു ബിൻത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ തൊട്ട് പ്രവാചകനെ അലിയാരി തങ്ങൾ പറയുകയാണ്, പെങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോളും തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും അവിടുന്ന് ജീവിക്കുകയാണ്. അവരുടെ കുടുംബ ജീവിതത്തെ കുറിച്ച് നമ്മൾ പഠിച്ചവരാണ്. പഠിച്ചവനെ ഫാത്തിമ ബീവിക്ക് വല്ലാത്ത കഷ്ടപ്പാടാ. അലിയാരി തങ്ങൾ ഗൾഫുകാരനല്ല, ഒരുപാട് സമ്പത്തുള്ളവനല്ല, പാവപ്പെട്ടവനാണ്. പഠിച്ചവനെ അലിയാരി തങ്ങളുടെ ജോലി എന്തെന്നറിയോ? ആദ്യമൊക്കെ പഠിച്ചവനെ പുല്ല് കെട്ടിയിട്ട് ഒട്ടകമുള്ള വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് ജീവിച്ച പാവപ്പെട്ടവരാ. പഠിച്ചവനെ അലിയാരി തങ്ങള് അവസാനമല്ല വീട്ടില് മാവ് കുഴയ്ക്കുകയാണ്. മാവ് കൊണ്ട് റൊട്ടി ഉണ്ടാക്കി പഠിച്ചവനെ മാവ് പൊടിച്ചിട്ട് അതുകൊണ്ടുണ്ടാക്കുന്ന വസ്തുക്കൾ കൊണ്ട് വിൽക്കുന്ന കുടുംബമാണ്
ഫാത്തിമയുടെ കുടുംബം. വല്ലാത്ത ജോലിയാ പെങ്ങള്, വല്ലാത്ത കഷ്ടപ്പാടാ പെങ്ങള്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് പഠിക്കണം. അതാ വീട്ടിൽ ചോറ് വെക്കുന്നതിനും കറി വെക്കുന്നതിനും തുണി കഴുകുന്നതിനും വീട് തൂക്കുന്നതിനും സങ്കടപ്പെടുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, പരാതി പറയുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ. നിങ്ങൾ ജോലി ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് കഷ്ടപ്പാടില്ലെന്ന് ഞാൻ പറയുന്നില്ല. പെങ്ങളെ നീ പഠിക്കണം, നീ അറിഞ്ഞിരിക്കേണ്ട ചില നന്മകളുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളുടെ കൈ പൊട്ടിയിടിയിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ. ആരാ ഫാത്തിമ എന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, നാളെ സ്വർഗ്ഗത്തിന്റെ റാണികള്, സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങളുടെ നേതാക്കന്മാര് 4 പെണ്ണുങ്ങളാ. 4 പെണ്ണുങ്ങൾ അല്ലാഹു അർബഅമിന് നബിതങ്ങൾ പറഞ്ഞ സ്വർഗ്ഗത്തിന്റെ നായികമാര് 4 പേരാണ്. ആ 4 പെണ്ണുങ്ങളാണ് നിങ്ങളുടെ നേതാക്കന്മാര്. ആ 4 പെണ്ണുങ്ങളിൽപ്പെട്ട ഒരു പെണ്ണാണ് മഹ്ദി ഫാത്തിമ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ പടച്ചവനെ ആട്ടുകല്ല് കൊണ്ട് അരിപിടിച്ച് ആ അരി ഇങ്ങനെ പൊടിച്ചിട്ട് 2 കൈയും പൊട്ടിയിരിക്കുകയാണ്. നിങ്ങളെ നീ ചിന്തിക്കും, ഉസ്താദേ അത് എങ്ങനെ പൊട്ടാനാണ്? ഫാത്തിമയ്ക്ക് സമയമില്ലടോ, ഫാത്തിമയ്ക്ക് സമയമില്ല. നിന്നെ പോലെയല്ല ഫാത്തിമ. നീ പഠിക്കും, നീ എപ്പോഴും പറയും സമയമില്ല സമയമില്ല. എന്റെ ജോലി എന്താണെന്ന് ആർക്കും അറിയില്ലല്ലോ. എങ്ങനെ ഫാത്തിമ ബീവിയുടെ ജോലി എങ്ങനെയെന്നറിയുമോ? ഫാത്തിമയ്ക്ക് ഹസനും ഹുസൈനും എന്ന് പറയുന്ന 2 മക്കളുണ്ട്. 2 പേരും 1 വയസ്സിന്റെ വ്യത്യാസം. ഫാത്തിമയുടെ ഹസനും ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു 2 പേർക്കും 1 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ ഈ 2 മക്കളെയും തൊട്ടിലിൽ കിടത്തിയിട്ട് കൈകൊണ്ടാട്ടാ സമയമില്ല, കൈകൊണ്ടാട്ടി ഉറക്കാ സമയമില്ല. ഫാത്തിമ എന്ത് ചെയ്യുമെന്നറിയോ? ആ കാലിൽ ഒരു കയറ് കെട്ടിയിട്ട് അല്ലാഹുവേ ഇങ്ങനെ മാവ് പൊടിക്കുമ്പോ കാലിൽ കയറ് കെട്ടിയിട്ട് കാലുകൊണ്ട് ആട്ടിയാട്ടിയാ മക്കളെ ഉറക്കിയിരുന്നത്. നിങ്ങൾക്ക് ചരിത്രമെടുത്ത് വായിച്ചു നോക്കാം. ഇത് സീരിയലിന്റെ കഥയല്ല, ഇത് സിനിമാ കഥയല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കുടുംബ ജീവിതമാണ് പറയുന്നത്. പടച്ചവനെ മാവ് പൊടിച്ചു ഫാത്തിമയുടെ കൈ പൊട്ടിയിരിക്കുകയാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ പടച്ചവനെ വാപ്പാനെ കാണാൻ പോവുകയാണ്. അലിയാർ ഞങ്ങളോട് സങ്കടം പറഞ്ഞപ്പോ പൊട്ടിയ കൈ കാണി കൊടുത്തിട്ട് സങ്കടം പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നബി തങ്ങളുടെ മകളതാ ഭർത്താവിനെ കൈ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ കൈ പൊട്ടി വല്ലാത്ത പ്രയാസമാ. സങ്കടത്തിലിരിക്കുന്ന ഫാത്തിമയെ കണ്ടപ്പോ അലിയാർ തങ്ങൾ പറഞ്ഞു, ഫാത്തിമ വീട്ടിൽ ചെന്നിട്ട് വാപ്പയോട് പറ, ഒരടിമയെ തരാറ്. ഒരുപാട് അടിമകളുണ്ടല്ലോ, നീ ചോദിച്ചാ വാപ്പ നിനക്കൊരടിമയെ തന്നാൽ വീട്ടിലെ ജോലികൾ ചെയ്യിപ്പിക്കാമല്ലോ, നിനക്കൊരു സഹായമാകുമല്ലോ. അതുകൊണ്ട് നീ ചെന്നിട്ട് നബി തങ്ങളോട് ഒരടിമയെ ചോദിക്ക്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ എന്ന പിതാവിനെ കാണാൻ പോകുകയാ. നബി തങ്ങളെ തെരഞ്ഞു പോകുമ്പോ ഫാത്തിമ ചെല്ലുമ്പോ വാപ്പ വീട്ടിലില്ല. അല്ലാഹുവിന്റെ റസൂൽ എവിടോ പോയിരിക്കുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ ഉമ്മയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് തന്റെ കൈ കാണിച്ചു കൊടുത്തിട്ട് സങ്കടം പറഞ്ഞു, ഉമ്മ വാപ്പ വരുമ്പോ എന്റെ അവസ്ഥയൊന്ന് പറയണേ, ഒരടിമയെ തരാ പറയട്, ഒരടിമയെ തരാ പറയട്. ഫാത്തിമ സങ്കടപ്പെട്ടുകൊണ്ട് ഉമ്മയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അവിടുന്ന് കൈ കാണിച്ചു കൊടുത്തിട്ട് സങ്കടം പറഞ്ഞ് തിരിച്ചു വരികയാണ്. പടച്ചവനെ നബി തങ്ങൾ അന്ന് വീട്ടിൽ വന്നപ്പോ താമസിക്കുകയാ. ഒരുപാട് താമസിച്ചാണ് നബി തങ്ങൾ വന്നത്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു കൊടുത്തു, യാ റസൂലല്ലാഹ്, മുത്തി നബിയേ ഫാത്തിമ വന്നിരുന്നു നബിയേ. ഫാത്തിമ
ഫാത്തിമയുടെ അവസ്ഥ വല്ലാത്ത സങ്കടമാണ്. പൊന്നുമോള് കൈപൊട്ടിയിരിക്കുകയാണ്. അവിടുത്തെ ജോലി ചെയ്ത് അതാ കല്ല് പിടിച്ച് കൈ രണ്ടും പൊട്ടിയിരിക്കുകയാണ്. സങ്കടപ്പെട്ടുകൊണ്ടാണ് വന്നത്. എനിക്ക് സഹിച്ചില്ല നബിയേ, ഫാത്തിമയുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീബി റളിയല്ലാഹു തആല പറഞ്ഞു കൊടുക്കുമ്പോ നബി തങ്ങൾ ആ രാത്രിയിൽ എഴുന്നേറ്റടോ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ മകളുടെ വീട്ടിലേക്ക് പാതിരാത്രി കടന്നു ചെല്ലുകയാണ്. നബി തങ്ങൾ ആ രാത്രിയിൽ തന്നെ പോയടോ. പൊന്നുമോളുടെ സങ്കടമാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവിയുടെ വീട്ടിൽ ചെന്ന് രാത്രി അവിടെ നിന്ന് വിളിക്കുകയാ. രണ്ടുപേരും ഉറങ്ങാൻ കിടന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അവിടെ നിന്ന് വാതിൽ തുറന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ കടന്നു ചെല്ലുമ്പോ അലിയാരി തങ്ങളെ കിടക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു അവിടെ ഇരിക്കലിയേ, ആ ഇരിക്കുന്ന വിരിപ്പിൽ തന്നെ ഇരിക്കലിയേ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ പിടിച്ചടുത്തിരുത്തി. എന്നിട്ടും ഭാര്യയും ഭർത്താവിനോടും പൊന്നാര മകളുടെ കൈ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? ഈ കടപ്പുറത്ത് വാഴ കേൾക്കാമെന്ന വാപ്പമാരെ, ഒരു വാപ്പ എങ്ങനെയാകണമെന്ന് പഠിക്കൂ. പെൺമക്കളുള്ള ഉപ്പമാര് പഠിക്കേണ്ടതാണ്. മകൾക്ക് ഭർത്താവിന്റെ വീട്ടിലെ പല പ്രയാസങ്ങളും കാണും. കഷ്ടപ്പാടിന്റെ കഥ പറയും. നിന്റെ മരുമകൻ സമ്പന്നനാകണമെന്നില്ല, അവന് പാവപ്പെട്ടവനാകാം. ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകാം. പക്ഷേ മക്കള് വീട്ടിൽ വന്ന് അവരുടെ ചെറുപ്പകാലമാണ്, അവർക്ക് പക്വത കുറവാണ്. അവര് പലതും നിന്റെ അടുക്കൽ വന്ന് പറയുമ്പോ ഒരു വാപ്പയാകണം ഉപ്പാ. ഒരു വാപ്പ എങ്ങനെയാകണമെന്നറിയോ? രണ്ട് കൈയും പൊട്ടിയിട്ട് സങ്കടം പറഞ്ഞ മകളുടെ കൈ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫാത്തിമ, പൊന്നാര മകളായ ഫാത്തിമ, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ ഫാത്തിമ? നിന്റെ ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെച്ചു കൊടുത്താൽ, നിന്റെ ഭർത്താവിനും നിന്റെ മക്കൾക്കും ഭക്ഷണം വെച്ചു കൊടുത്താൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ ഫാത്തിമ? ഭർത്താവിന്റെ വസ്ത്രം കഴുകി കൊടുക്കണം ഫാത്തിമ. ഭർത്താവിന്റെ തുണി കഴുകുന്ന പെണ്ണിന് കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? ഭക്ഷണം വെച്ചു കൊടുക്കുന്ന പെണ്ണിന് കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? ഭർത്താവിന്റെ തലയിൽ എണ്ണ തേക്കുന്ന പെണ്ണിന് കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? മക്കൾക്ക് പാല് കൊടുക്കുന്ന ഉമ്മയ്ക്ക് പടച്ചറപ്പ് കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? പെങ്ങളെ, എന്നെ അടുക്കളയിൽ പൂട്ടിക്കിട്ടിരിക്കുകയാണ് എന്ന സങ്കടം പറയുന്ന യുവത്വമേ, നിനക്കറിയുവോ ആ അടുപ്പിന്റെ ചുവട്ടിൽ കിടന്നിട്ട് പടച്ചവനെ ജോലി ചെയ്യുമ്പോ നിന്റെ ശരീരം വിയർക്കുമല്ലോ. ഇട്ടിരിക്കുന്ന മാക്സിയിലൂടെ, ഇട്ടിരിക്കുന്ന ചുരിദാറിന്റെ ഉള്ളിലൂടെ വിയർപ്പ് തുള്ളി ഒഴുകുന്ന പെങ്ങള്, നിനക്കറിയുവോ അതിന്റെ പ്രതിഫലം എന്താണെന്ന്? ആ വിയർപ്പ് തുള്ളിയുടെ പ്രതിഫലം എന്തെന്നറിയുവോ? ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെക്കാൻ അടുപ്പിന്റെ ചുവട്ടിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോ വിയർത്ത് ഒരു തുള്ളി വിയർപ്പ് താഴെ വീണ നരകത്തിൽ നിന്ന് രക്ഷയാ ഉമ്മ. നീ നിന്റെ ഭർത്താവിന്റെ തുണി കഴുകി കൊടുക്കൂ, ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുക്കൂ, ഭർത്താവിന്റെ തലയിൽ എണ്ണ തേച്ചു കൊടുക്കൂ. നിന്റെ മക്കൾക്ക് പാല് കൊടുക്കുന്ന പെങ്ങള് ജിഹാദിന്റെ കൂലിയാ മോളെ. 2 വയസ്സുവരെ നിന്റെ ആരോഗ്യം പരിഗണിക്കാതെ നിന്റെ മക്കൾക്ക് നീ പാല് കൊടുത്താ സയ്യിദാ ജിഹാദിന്റെ കൂലി അല്ലാഹു തരും പെങ്ങള്. ഭർത്താവിന്റെ മുഖത്ത് നോക്കി ചിരിക്കൂ, ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കടോ. കണ്ടവന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നില്ല, കണ്ടവന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നില്ല. എങ്കിലും ഇന്ന് വാഴ കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാൻ പറ്റുമോ? പെങ്ങളെ, നിനക്ക്
നിനക്കും മടിയാ മോളെ, ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കാൻ നിനക്കും മടിയാ. എന്റെ പ്രിയപ്പെട്ടവര്, അങ്ങനെ ചിരിക്കണം പെങ്ങള്. ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് പരിഹസിക്കലല്ല, കളിയാക്കലല്ല. ആത്മാർത്ഥമായി സ്നേഹത്തോടെ നിന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയൊന്ന് പുഞ്ചിരിക്ക്. അതാ ജോലി കഴിഞ്ഞ് കടലിൽ പോയി മീൻ പിടിച്ച് വിയർത്തൊലിച്ച് വൈകുന്നേര സമയത്ത് ശരീരം തളർന്നുകൊണ്ട് വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവിന് വീടിന്റെ കവാടത്തിൽ കാത്തു നിന്നിട്ട് വീട്ടിലേക്ക് ക്ഷീണിച്ച് കടന്നു വരുന്ന ഭർത്താവിനെ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ സലാം പറഞ്ഞ് സ്വീകരിച്ച് വീട്ടിലേക്ക് കയറി വരുമ്പോ നിന്റെ ചുമലിൽ കിടക്കുന്ന, നിന്റെ തലയിൽ കിടക്കുന്ന ഷാളിന്റെ ഒരു തുമ്പെടുത്ത് ഭർത്താവിന്റെ നെറ്റിത്തടമൊന്ന് തുടച്ചു കൊടുക്ക്. പെങ്ങളെ, ഇതിനാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകനോട് എന്റെ പൊന്നാര മകളായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കൈ കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല കൈ പിടിച്ചിട്ട് ഫാത്തിമയോട് പറയുന്നു, ഫാത്തിമ, വീട്ടിൽ വന്ന് അടിമയെ ചോദിച്ചല്ലോ, എങ്കിൽ അതിനേക്കാളും നിനക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെയോ? അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ, പടച്ചറപ്പിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാ നിനക്ക് ഞാനൊരു നന്മ പറഞ്ഞു തരട്ടെയോ ഫാത്തിമ? അലിയാര് ഞങ്ങൾ അടുത്തിരിക്കുന്നുണ്ട്. പറഞ്ഞതാ വാപ്പാ, പറഞ്ഞതാ വാപ്പാ. വീട്ടുജോലിയിൽ കഷ്ടപ്പെട്ട് കൈപൊട്ടിയിരുന്ന പൊന്നുമോള് പരാതി പറഞ്ഞപ്പോ, ഒരടിമയെ ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്ത നന്മ എന്തെന്നറിയുവോ ഫാത്തിമ? അടിമയെ കിട്ടുന്നതിനേക്കാൾ നിനക്ക് പ്രയോജനമുള്ള, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെയോ? പറഞ്ഞതാ വാപ്പാ. നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഫാത്തിമ, കിടന്നുറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 33 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് പറ ഫാത്തിമ. അത് നിനക്ക് പ്രയോജനമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പെങ്ങളെ അലിയാര് തങ്ങൾ പറയുകയാ, ഫമാ തറക്തുഹാ ബഅദ സമിഅതുഹാ മിൻ റസൂലില്ലാഹ്. അന്ന് നബി തങ്ങൾ ഇത് പറഞ്ഞതിന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ അന്ന് രാത്രി ആ വിരിപ്പിൽ പിരിച്ചിരുത്തിയിട്ട് നബി തങ്ങൾ പറഞ്ഞതിന് ശേഷം മരിക്കുന്ന കാലം വരെ ഞാൻ മുടക്കിയിട്ടില്ല സഹാബ. മരിക്കുന്ന കാലം വരെ അലിയാര് തങ്ങളത് മുടക്കിയിട്ടില്ല, ഫാത്തിമ ബീവി അത് മുടക്കിയിട്ടില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്